അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്ന കാര്യമെന്ന് വെച്ചാൽ സ്പ്ലെൻഡറിൻ്റെ സൈഡ് സ്റ്റാൻഡിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മുടെ സ്പ്ലെൻഡറിൽ ഫീനിക്സിൻ്റെ ഷോക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് സ്റ്റാൻഡിന് ഹൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ സൈഡ് സ്റ്റാൻഡിൽ നിന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പലരോടും ഈ വണ്ടിയുടെ ഷോക്ക് കയറ്റിയപ്പോൾ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം യമഹയുടെ ലിബെറോൻ്റെ സ്റ്റാൻഡ് കയറ്റുന്നതാണ് നല്ലത്, അതാകുമ്പോൾ കറക്റ്റ് ഹൈറ്റ് കിട്ടുമെന്നാണ്. പക്ഷെ ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഇത് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഒരു എക്സ്ട്രാ പീസ് ഞാൻ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. അപ്പം നമ്മുടെ സ്റ്റാൻഡ് എന്തായാലും ഒടിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പുതിയൊരു സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട്. ഹീറോൻ്റെ തന്നെ ജെന്യൂൻ പാർട്സ് ആണ്. ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റാൻഡ് മാത്രമാണ്. ഈ സ്പ്രിങ് ഞാൻ സെപ്പറേറ്റ് മേടിച്ചാണ്. സ്റ്റാൻഡിന് വരുന്ന വിലയെന്ന് പറയുന്നത് 130 രൂപയാണ്. അതുപോലെ സ്പ്രിങ്ങിന് വരുന്നത് 20 രൂപയും. ഇതാണ് നമ്മുടെ സ്റ്റോക്ക് വണ്ടിയുടെ സ്റ്റാൻഡ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്റ്റാൻഡ് തന്നെയാണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. പിന്നെ വണ്ടിക്കും അത്രയും തന്നെ ഭാരമുള്ളൂ. അത് കാരണം ഈ സ്റ്റാൻഡ് തന്നെ ധാരാളമാണ്. പിന്നെ ഇതാണ് നമ്മൾ അതിലേക്ക് ഇടാൻ വേണ്ടി മേടിച്ച സ്പ്രിങ്. ഇത് ഗോൾഡൻ കളറാണ്. ഗോൾഡൻ മാത്രമല്ല സിൽവറും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് മേടിക്കാം. ഇതിപ്പോൾ നമ്മൾ വെൽഡ് ചെയ്ത സ്റ്റാൻഡും സ്റ്റോക്ക് സ്റ്റാൻഡും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ആണ്. ഇപ്പോൾ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ മേളിലേക്കാണ്, നമ്മൾ വെൽഡ് ചെയ്ത സ്റ്റാൻഡിൻ്റെ മേളിലേക്കാണ് അതിൻ്റെ ക്ലിപ്പ് വരുന്നത്. ഇപ്പോൾ ഒടിഞ്ഞു പോയതുകൊണ്ടാണ് ആ ക്ലിപ്പ് കാണാൻ സാധിക്കാത്തത്. ആ ക്ലിപ്പ് ഇല്ലാഞ്ഞിട്ട് തന്നെ ഈ സ്റ്റോക്ക് സ്റ്റാൻഡിൻ്റെ സെയിം ഹൈറ്റ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിലേക്കാണ് അതിൻ്റെ ക്ലിപ്പും ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പും കൂടി നമുക്ക് ഫില്ലാവും. അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഉള്ള വണ്ടി സെൻസർ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡ് അഴിച്ചിട്ട് തിരിച്ച് പിടിപ്പിച്ച് വരുമ്പോൾ ആ സെൻസറൊക്കെ കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ കംപ്ലൈൻറ്റ് ആവാനും ജാം ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ ഒരു ഹൈറ്റ് ഡിഫറൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് സ്റ്റാൻഡിൽ കൂടുതൽ ഭംഗിയൊന്നും നോക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നടുക്കൊരു പീസ് കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ സെൻസറും മാറ്റേണ്ടി വരില്ല. നമുക്ക് സ്റ്റാൻഡ് അയക്കേണ്ട ആവശ്യമില്ല. സെൻസറിലൊന്ന് തൊടുക പോലും വേണ്ടാണ്ട് സെൻറ്റർ സ്റ്റാൻഡ് ഇട്ടുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്ത് ഈ പീസ് വെൽഡ് ചെയ്തിൽ പിടിപ്പിക്കാൻ പറ്റും. ഇനി ഇത് പെയിൻറ്റ് ചെയ്തെടുക്കേണ്ടവർക്കാണെങ്കിൽ അതുപോലെ പെയിൻറ്റും ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റാൻഡ് ഒടിഞ്ഞു പോയൊരു ഭാഗം വരുന്നത്. ഇവിടെ തന്നെയായിട്ട് നമുക്ക് അതിൻ്റെ സെൻസറും കാണാൻ പറ്റും. സെൻസർ ഇപ്പോൾ താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ ഓൺ ആവും. ഈ വണ്ടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് സ്റ്റാൻഡ് ഓൺ ആണെങ്കിൽ ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ തന്നെ വണ്ടി ഓഫായി പോകും. അങ്ങനെയാണ് ഇതിൻ്റെ സെൻസർ വരുന്നത്. അപ്പോൾ ആ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ആ സെൻസർ മേളിലേക്ക് ആക്കിയിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ സ്റ്റാൻഡ് മേളിലേക്ക് ഇടുന്ന രീതിക്ക് തന്നെയാണ് ആ സെൻസർ ഞാൻ വെച്ച് കെട്ടിയിരിക്കുന്നത്. ഇനി പുതിയതായിട്ട് നമ്മൾ പുതിയ സ്റ്റാൻഡ് പിടിപ്പിക്കുമ്പോൾ ഈ സെൻസറെല്ലാം അഴിച്ചിട്ട് വേണം അതിൻ്റെ അകത്തേക്ക് പിടിപ്പിക്കാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ ഈ ഹൈറ്റ് കൂട്ടാൻ വേണ്ടി ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഒടിഞ്ഞു പോയൊരു സ്റ്റാൻഡിലെ പീസ് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പുതിയ സ്റ്റാൻഡ് നമ്മൾ മേടിച്ചതിലേക്ക് നമ്മൾ പിടിപ്പിക്കും. അപ്പോൾ ഈ ഷോക്കാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ ഷോക്ക് വെക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലെ സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് കൂട്ടേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ പുതിയ സ്റ്റാൻഡ് പിടിപ്പിക്കുമ്പോൾ അത് കട്ട് ചെയ്ത് പീസായിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നതൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഷോക്ക് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഹൈറ്റ് വരും. 2000 രൂപയാണ് ഈ ഷോക്കിൻ്റെ വില. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷനാണ് ഈ മീറ്ററിൽ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ സൈഡ് സ്റ്റാൻഡ് താഴത്തേക്കാണ് വീണിരിക്കുന്നതെങ്കിൽ ഇവിടെ റെഡ് ലൈറ്റ് കത്തും. അതുപോലെ ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ വണ്ടി ഓഫായി പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.